ഇപ്പൊ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറക്കുമ്പോൾ കാണുന്നത് വെള്ളക്കെട്ടിലേക്ക് നല്ല മഴവെള്ളം കയറി നിൽക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചെറുപ്പക്കാരൊക്കെ ചാടി ഉല്ലസിക്കുന്ന കാഴ്ചകളാണ്. അപ്പൊ ഇങ്ങനെ ചാടി ഉല്ലസിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശരീരത്തെ എന്തെങ്കിലും മുറിവുള്ളവര്, പ്രത്യേകിച്ച് വായിൽ മുറിവോ അല്ലെങ്കിൽ ശരീരത്തിൽ മുറിവോ ഒക്കെ ഉള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് അത്ര നല്ലതല്ല. അത് ജീവന് വരെ ഹാനി ഉണ്ടാക്കും. അതേപോലെ തന്നെ ഈ ചാടുന്ന വെള്ളം ഒരു കാരണവശാലും ഈ വെള്ളം വായിലോട്ട് കയറാനോ നമ്മുടെ ശരീരത്തിനകത്തോട്ട് പ്രവേശിക്കാനോ ഒരു സാധ്യത ഒരിക്കലും ഉണ്ടാവരുത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ വക സാഹസത്തിന് മുതിരാൻ. എന്തൊക്കെ അസുഖങ്ങളാണ് ഇതുകൊണ്ട് വരുന്നത്, എന്തൊക്കെ അസുഖങ്ങളാണ് വരാൻ നമുക്ക് ചാൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അസുഖമാണ് കോളറ. ഇതേപോലുള്ള ക്യാമ്പുകളിലും ഇതേപോലുള്ള വെള്ളം കെട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ കോളറ പടർന്നു പിടിച്ചാലുള്ള ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കുക. ഈ അഴുക്ക് വെള്ളത്തിൽ നിന്നും വരുന്ന ഒരു അസുഖമാണ് കോളറ എന്ന് പറയുന്നത്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ് അത് ഉണ്ടാക്കുന്നത്. അത് ഒന്നാമത്തെ അസുഖം. നമുക്കൊരു 10 അസുഖം ഞാൻ പറഞ്ഞു തരാം. ഈ അഴുക്ക് വെള്ളത്തിൽ ചാടുന്നത് കൊണ്ടും അഴുക്ക് വെള്ളം കൊണ്ടും ഉണ്ടാവുന്ന 10 അസുഖം. എല്ലാവർക്കും പ്രയോജനമായിരിക്കുമല്ലോ. അടുത്ത അസുഖമാണ് ടൈഫോയിഡ്. ഈ സമയത്ത് നമ്മൾ പേടിക്കേണ്ട ഒരു അസുഖമാണ്. മലിനജലം അതിന്റെ ഒരു കാരണമാണ്. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ് ഈ ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ, ഇത് രണ്ടും ഈ മലിനജലം കൊണ്ട് നമുക്ക് പകർന്നു കിട്ടുന്ന മഞ്ഞപ്പിത്തങ്ങളാണ്. അടുത്ത ഒരു അസുഖമാണ് ജിയാഡിയാസിസ് എന്ന് പറയും. അതേപോലെ ഒരെണ്ണമാണ് അമീബിയാസിസ് എന്ന് പറയുന്നത്. ഇത് രണ്ടിൽ ഏത് വന്നാലും ഏകദേശം കുറച്ചുനാൾ നമ്മൾ എന്തായാലും ബുദ്ധിമുട്ടും. അടുത്ത മാരകമായ ഒരു സാധനമാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും, എലിപ്പനി. അപ്പൊ ഇത് കാലിലൊക്കെ മുറിവുള്ളവർ അല്ലെങ്കിൽ ദേഹത്ത് മുറിവുള്ളവർ ഈ എലിയുടെ മൂത്രമോ അതല്ലെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് ഒക്കെ ഉള്ള വെള്ളത്തിൽ കിടന്ന് ചാടി കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഓർഗാനിസം കയറുകയും ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന പനി ഉണ്ടാകുകയും ചെയ്യും. അത് ജീവന് ഹാനി വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതൊക്കെ മലിനജലത്തിൽ നിന്നും വരുന്ന അസുഖങ്ങളാണ്. അടുത്തത് സ്വിമ്മേഴ്സ് ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതായത് ഈ നീന്തലുകാർക്ക് വരുന്ന ഒരു അസുഖമാണ്. അതായത് ഇയർ കനാലിൽ വരുന്ന ഒരു ഇൻഫെക്ഷനാണ്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ശക്തിയായിട്ട് ചാടുമ്പോൾ നമ്മുടെ ചെവിക്കകത്തോട്ട് വെള്ളം കയറാനുള്ള ചാൻസ് വരികയും അങ്ങനെ ഈ അഴുക്കുവെള്ളം ആയതുകൊണ്ട് തന്നെ അത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. അടുത്ത ഒരെണ്ണമാണ് പോണ്ടിയാക് പനി എന്ന് പറയും. അത് ഈ ലെപ്റ്റോസ്പൈറോസിസ് ഒന്നുമല്ല. അത് ഈ മലിനജലത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ടിട്ട് കൊതുക് കടിച്ചിട്ട് അങ്ങനെ വരുന്ന ഒരു അസുഖമാണ്. മലിന ജലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഒരു പനി വന്നത് അങ്ങനെ അങ്ങ് പോകും. വേറെ വലിയ പ്രശ്നങ്ങളോട്ടൊന്നും പോകാറില്ല ഈ പോണ്ടിയാക് പനി എന്ന് പറയുന്നത്. അടുത്ത ഒരെണ്ണമാണ് സ്വിമ്മേഴ്സ് ഇച്ച്. അത് സ്വാഭാവികമായിട്ടും അഴുക്കുവെള്ളത്തിൽ കുളിച്ചു കഴിയുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരുമല്ലോ. പക്ഷെ അത് ആ ഒരു സമയത്തേക്കുള്ള ചൊറിച്ചിലല്ല. ഈ ചൊറിച്ചിൽ ചിലപ്പോൾ ഒരു 1-2 ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളൊക്കെ നിൽക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രോയിൻ റീജിയനിൽ, ആക്സിലർ റീജിയനിൽ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചൊറിച്ചിൽ വന്ന് മരുന്ന് കഴിക്കാതെ മാറാത്ത ഒരവസ്ഥയിലോട്ട് നമുക്ക് ഈ അഴുക്കുവെള്ളത്തിൽ ചാടുന്നത് കൊണ്ട് അങ്ങനെ ഒരു സ്കിൻ കംപ്ലൈന്റ് നമുക്ക് വരും. അതാണ് സ്വിമ്മേഴ്സ് ഇച്ച് എന്ന് പറയുന്നത്. അടുത്ത ഒരെണ്ണമാണ് ഈ നമ്മൾ ചാടുന്ന സമയത്തും നീന്തുന്ന സമയത്തും ഒക്കെ അറിയാതെ ഈ വെള്ളം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വരുന്ന അസുഖമാണ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. വയറിളക്കം, വയറുവേദന, ദഹനക്കേട്, വോമിറ്റിങ്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ അഴുക്കുവെള്ളം ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ട് നമുക്കുണ്ടാവും. നാഗ്ലേറിയ ഫോൾവേരി എന്ന് പറയുന്ന ഒരു അമീബ, അത് ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ്. നമ്മുടെ മൂക്കിനകത്തൂടെ മുകളിലോട്ട് അത് കയറും, അല്ലെങ്കിൽ വായ്ക്കകത്തോടോ പോസ്റ്റീരിയർ നെർവ്സിലൂടെ ഇത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മനുഷ്യന്റെ ബ്രെയിനിനെ കാർന്ന് തിന്നുന്ന ഒരു അമീബയാണ് ഇത്. ഇത് വളരെ ജീവന് ഹാനി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന അഴുക്കുവെള്ളത്തിൽ ചാടുന്നതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ ചാടുന്ന വെള്ളം എപ്പോഴും വലിയ അഴുക്കൊന്നും ഇല്ലാത്ത അണുവിമുക്തമായ എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ആണെന്ന് ഉറപ്പുവരുത്തിയാൽ ചാടാം. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതേപോലുള്ള ഫ്ലഡ് വരുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എലിയുടെ മാളത്തിൽ കൂടെ ആയിരിക്കും ഒഴുകി വരുന്നത്, ചിലപ്പോൾ കോഴിക്കോട് കൂടെ ആയിരിക്കും, ചിലപ്പോൾ പെരയുടെ പുറത്തോടെ ആയിരിക്കും, ചിലപ്പോൾ മനുഷ്യ വിസർജ്യം കറന്ന വെള്ളമായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഇതൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങളില്ല. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വെള്ളം ഉള്ളിൽ പോവാതെ നോക്കുക. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു രീതിയിലുള്ള ഇൻഫെക്ഷനും വരാതെ നോക്കിയാൽ നമുക്ക് ഈ മഴക്കാലമൊക്കെ അസുഖം ഇല്ലാത്ത കാലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം.